പോലീസ് ഉദ്യോഗസ്ഥർക്കെന്ന വ്യാജേന പണം തട്ടിയ കേസിൽ RYF ദേശീയ ജോയിന്റ് സെക്രട്ടറി പുലത്തറ നൌഷാദിനെതിരെ FIR. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് കരുനാഗപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, മകനെ രക്ഷിക്കാൻ പോലീസുകാർക്ക് പണം നൽകണം എന്ന് പ്രതിയുടെ അമ്മയോട് ആവശ്യപ്പെടുക, അതിന്റെ ഭാഗമായി തട്ടിപ്പ് നടത്തുക. ഇതിലിപ്പോൾ 24 വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചതിന് പിന്നാലെ പോലീസിന്റെ ആക്ഷനും നടപടിയും ആ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. എന്താണ് പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെ, അരുൺരാജ്? റിജിത്ത്, ജിം സന്തോഷ് വധക്കേസ് അന്വേഷിച്ച പോലീസുകാർ പോലും ഈ വാർത്ത അറിഞ്ഞ്, ഈ സംഭവം അറിഞ്ഞ് ഞെട്ടലിലാണ്. കാരണം വളരെ നിഷ്പക്ഷമായി, വളരെ സത്യസന്ധമായി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് അവർക്ക് കൊടുക്കാൻ എന്ന വ്യാജേന ഈ പുലത്തറ നൌഷാദ് പണം കൈപ്പറ്റിയത്. 2,65,000 രൂപ കൈപ്പറ്റിയ വിവരം നമ്മളിലൂടെയാണ് ഈ അമ്മ ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഇതിന് പിന്നാലെ കരുനാഗപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ക്രൈം നമ്പർ 1300/2025 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ വഞ്ചന അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് ഈ പ്രതിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇയാൾ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായ തെളിവുകൾ കൂടി ഇഘട്ടത്തിൽ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ FIRൽ പറയുന്ന വിവരമനുസരിച്ച് 4 ഘട്ടങ്ങളിലായിട്ടാണ് പൈസ വാങ്ങിയത്. ആദ്യഘട്ടത്തിൽ CIക്ക് നൽകാനെന്ന വ്യാജേന 1 ലക്ഷം രൂപയും, തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ അഭിഭാഷകന് നൽകാൻ 1 ലക്ഷം രൂപയും, പിന്നീട് അഭിഭാഷകൻ നൽകാൻ 50,000 രൂപയും മറ്റൊരു 10,000 രൂപയും ഇയാൾ വാങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഈ സ്വർണ്ണമടക്കം പണയം വെച്ചാണ് ഈ ജിം സന്തോഷ് വധക്കേസിലെ 7ാം പ്രതിയായ സാമുവലിന്റെ അമ്മ ലളിത ഈ കേസിൽ ഈ പുലത്തറ നൌഷാദിന് പണം കൈമാറിയത്. ഒടുവിൽ ഈ വക്കീലിന് മുമ്പാകെ പണം നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരികയും ഇത് 24ലൂടെ ഈ അമ്മ ലോകത്തിനു മുമ്പിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു. എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ കരുനാഗപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഫോണുകൾ രണ്ടും നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. സംഭവത്തിൽ RYFും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. RSPക്ക് തന്നെ കളങ്കമുണ്ടാക്കിയ സംഭവമാണ് എന്നതാണ് ഇതിൽ അവർ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുലത്തറ നൌഷാദിനെതിരെ പ്രാഥമികമായ അന്വേഷണം ഇപ്പോൾ പാർട്ടി നേതൃത്വം കൂടി ആരംഭിക്കുകയും ചെയ്തു. അരുൺരാജ്, ഇയാൾ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണോ? അരുൺരാജ്, ഇയാളുടെ 2 ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് RSPയുടെയും RYFന്റെയും നേതാക്കൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിലേക്ക് പാർട്ടി നേതൃത്വം കടന്നു. അതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ വിശദീകരണമാണ് RYFും RSPയും തേടിയത്. ആ ഘട്ടത്തിൽ പല നേതാക്കളും വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും FIRന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ ഉടനടി നടപടി ഉണ്ടാകും എന്നുള്ളതാണ് RSPയുടെയും RYFന്റെയും സംസ്ഥാന നേതൃത്വം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ എല്ലാ കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിന് മുമ്പാകെയും പോലീസിന് മുമ്പാകെയും തെളിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്.